LDF കൺവീനർ ഇ.പി. ജയരാജനുമായി ചർച്ച നടന്നെന്ന് സമ്മതിച്ച് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയായിരുന്നു ജയരാജനുമായുള്ള ചർച്ചയെന്ന് കെ. സുരേന്ദ്രൻ പറഞ്ഞു. 90% ചർച്ചയും പൂർത്തിയായ ശേഷം ജയരാജൻ പിന്മാറുകയായിരുന്നു എന്ന് ശോഭാ സുരേന്ദ്രനും പ്രതികരിച്ചു. LDF കൺവീനർ ഇ.പി. ജയരാജനെതിരെ KPCC പ്രസിഡന്റ് കെ. സുധാകരൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിവരയിടുകയാണ് ബി.ജെ.പി. ഇ.പി. ജയരാജനുമായുള്ള ചർച്ച സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. ഇരു മുന്നണികളിലെയും പല പ്രമുഖരും നിങ്ങളിപ്പോ ഒന്നോ രണ്ടോ പേരുകൾ മാത്രമാണ്, നിങ്ങളിപ്പോ സുധാകരൻ, ഇ.പി. ജയരാജൻ തുടങ്ങിയ പേരുകൾ മാത്രമാണ് കേട്ടിട്ടുള്ളത്. ഒരിക്കലും ബി.ജെ.പിയിൽ ചേരില്ല എന്ന് വിചാരിക്കുന്ന കക്ഷികളുടെ തലവന്മാർ വരെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇ.പിയുമായുള്ള ചർച്ച 90% വിജയമായിരുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. അല്ല, ഞാൻ പറഞ്ഞല്ലോ 90% എത്തി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്താണ് കൂടുതൽ പറയാനുള്ളത്? അപ്പോൾ ബാക്കിയൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. കാരണം എന്നെ അറിയില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് പിന്നീട് വഴിയെ പറഞ്ഞാൽ, അതായത് വിജയിക്കാതെ പോയ 90% എത്തിയ ഒരു കാര്യത്തെക്കുറിച്ച് 100% എത്തിയതിനു ശേഷം പറയേണ്ട ഉത്തരം ഞാനിപ്പോൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. CPMന്റെ കൊട്ടേഷൻ ഭയന്നാണ് ജയരാജൻ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതെന്നും ശോഭാ സുരേന്ദ്രൻ. അദ്ദേഹത്തിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിന് ഏതൊരു വ്യക്തിക്കും അവരുടെ കുടുംബത്തോടൊപ്പം ഈ സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കണമെന്നും ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു വന്ന ആളാണ്. അല്ല, കേരളത്തിൽ ഒരു 7ഓളം വരുന്ന പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാരെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അല്ലല്ല, അത് കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരുമുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുമുള്ള നേതാക്കന്മാരുമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.